many members? 5. 5 members. അപ്പോൾ Right answer. ഇത് ചോദ്യമല്ലേ? UN പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയല്ല. I don't know. La première personne, sorry, my English is very bad. நீங்க இன்னைக்கு தானே பெங்களூர் இருந்து ட்ரெயின்ல வந்த? നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കല ശിവഗിരിയിലാണ്. ഇവിടെ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന ചേച്ചിയുടെ പേരെന്താണ്? കൃഷ്ണമ്മ ചേച്ചി ഞങ്ങളുടെ കൈവശം വർക്കല ടെമ്പിൾ റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. ഗൾഫ് ചോക്ലേറ്റ്സുകളുടെയും പെർഫ്യൂംസിൻ്റെയും വലിയൊരു ശേഖരമുണ്ട്. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും എല്ലാത്തരം ഗുണമേന്മയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം അവൈലബിൾ ആണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: UN ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റായ ആദ്യ വനിത ആര്? അറിയത്തില്ല. UN ജനറൽ അസംബ്ലിയിൽ, അതായത് നമ്മളെ UN-ന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? നമ്മൾ ഇന്ത്യക്കാരിയാണ്. UN പ്രസിഡന്റായ ആദ്യ വനിത അറിയില്ല. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ഗൂഗിളിന്റെ അടുത്ത് സഹായം തേടാൻ പറ്റൂലേ? ഗൂഗിളിന്റെ അടുത്ത് സഹായം ചേച്ചി പറഞ്ഞു. അറിയത്തില്ല? അറിയാമോ? ചേച്ചിക്ക് അറിയാമോ? UN പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണോ? ഇന്ദിരാഗാന്ധി അല്ല, അവരെ സ്വന്തക്കാരാണ്. പ്രിയങ്കയല്ല, മറ്റൊരാളാണ്. മേനകാ ഗാന്ധി. ഇല്ല ചേച്ചി എല്ലാം കൂടെ പറയല്ലേ കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: UN പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? അപ്പോൾ നമ്മളെ ഈ ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവിധ ചോക്ലേറ്റ്സിൻ്റെയും ഗൾഫ് പെർഫ്യൂംസിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും വലിയ ശേഖരമാണുള്ളത്. അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ കൈവശം വർക്കല ടെമ്പിൾ റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകിക്കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും. ചോദ്യത്തിലേക്ക് പോവാം. UN പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? എനിക്കറിയത്തില്ല. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഇന്ത്യക്കാരിയായിരുന്നു. അറിയത്തില്ല. അറിയാമോ? UN പ്രസിഡന്റായ ആദ്യ വനിത അറിയില്ല. UN പ്രസിഡന്റായ ആദ്യ വനിത അറിയത്തില്ല. ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: UN പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? UN പ്രസിഡന്റ് ഇല്ല, അറിയില്ല. മാമ, ഈ UN പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? എനിക്കറിയില്ല, സോറി. അറിയത്തില്ല. ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത കോപ്പി അണ്ണ അല്ലേ? ആര്? കോപ്പി അണ്ണ, അങ്ങേരുടെ പേര് കോഫി അന്നന. ആദ്യ വനിതയാണ്. അറിയത്തില്ല. എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് UN ജനറൽ അസംബ്ലി?
La première personne. Sorry, my English is very bad. Who is the first president of UN General Assembly? First woman president of UN General Assembly. La première femme? Oui. United I don't- Nation. United Nation. United Nations. You are coming from? J'ose pas le dire. France. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോൾ വർക്കല ടെമ്പിൾ റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നമ്മളെ ഈ ഗൾഫിലെല്ലാം കിട്ടുന്ന പെർഫ്യൂംസുകൾ, ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ടെമ്പിൾ റോഡിൽ പ്രവർത്തിക്കുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യം ഇതാണ്: UN പ്രസിഡൻ്റായ ആദ്യ വനിത ആരായിരുന്നു? അറിഞ്ഞൂടാ. ചേച്ചി ഗൂഗിളിൽ അടിച്ചു നോക്കുന്നതിന് മുമ്പ് അറിയാമോ UN പ്രസിഡൻ്റായ ആദ്യ വനിത? ഇല്ല. അറിയത്തില്ല. ഞങ്ങളുടെ കൈവശം ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. എവിടെയാണ് സ്ഥലം? ആറ്റിങ്ങൽ. ആറ്റിങ്ങലല്ലേ? ഇവിടെ എന്താണ്? അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ. ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: UN പ്രസിഡൻ്റായ ആദ്യ വനിത ആരായിരുന്നു? അറിഞ്ഞൂടാ. ആറ്റിങ്ങലിൻ്റെ വില കളയും. അറിയത്തില്ലല്ലേ? അപ്പോൾ എന്തായാലും വേറെന്തേലും. ഇന്ന് ഈ ഒരു ചോദ്യം ചോദിക്കാനേ നമുക്കൊരു അവസരമുള്ളൂ. അപ്പോൾ ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള മറ്റൊരു അവസരം ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്ഥലം? വെങ്കടേഷ്. സ്ഥലം ഊര്? ബാംഗ്ലൂർ. അപ്പോൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കർണാടകയിൽ നിന്ന് വരുന്നവർ. കന്നഡ അറിഞ്ഞുകൂടാത്ത ഞാൻ തമിഴ് തെരിയുമല്ലേ? தெரியும். எங்கள் கையில் ஒரு பரிசு இருக்குது. நாங்கள் ஒரு கேள்வி கேட்கும், அதுக்கு கரெக்டான பதில் சொன்னால் அந்த பரிசு உங்களுக்கு கிடைக்கும். UN பிரசிடெண்ட் ஆய ஆദ്യ வனித யார்? UN president. Who is the first woman president of United Nations? I don't know. அப்போது இன்னைக்கு தானே வந்தேன்? இன்னைக்கு தானே பெங்களூர்லேருந்து ட்ரெயினில் வந்தேன். வர்க்கலை சுற்றி பார்க்கணும். வர்க்கலை ரொம்ப நல்ல இடம். ஆனால் நம்ம கடலில் நீச்சல் அடிக்கும்போது அது சேஃப்டியாக பார்த்த லைஃப் கார்டுகிட்ட எல்லாம் லைஃப் கார்டு சொல்கிறது கேட்டு தான் கடலில் போகணும். ஆனால் நீங்கள் வெளியூருக்காரங்க இங்கே வந்து ஏதாவது ஒன்றும் பிரச்சனை வரக்கூடாது. அதனால கடலில் நீச்சல் அடிக்க இறங்கும்போது நீங்கள் பார்த்து தான் இறங்கணும். பாக்கி எல்லாம் வர்க்கலை செட்டாണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ആൻസർ உங்களுக்கு தெரியாது. இதுக்கு கரெக்டான ஆன்சரு விஜயலட்சுமி பண்டிட்னு கேட்டிருக்கு. அவர் யாரு? உமன் தானே. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. ജവഹർലാൽ നെഹ്റു കേട്ടിട്ടുണ്ടോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി കൂടിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ 8ാമത്തെ പ്രസിഡന്റ് കൂടിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് സ്വാതന്ത്ര്യ സമരങ്ങളിലെ മുന്നണി പോരാളി കൂടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.